ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ദോശ ആയാലോ അതേപോലെ തന്നെ ഉപ്മാവായാലൊക്കെ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ റവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റഡ് അല്ലാത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അരക്കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തൈരാട്ടോ. അപ്പോൾ നമ്മളിതിലേക്കൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തൈര് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെള്ളം നല്ലപോലെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അല്പം കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ റവ ഒന്ന് കുതിർന്ന് വരട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു ചട്നി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നമ്മുടെ ഈ ഒരു റവയിൽ നിന്ന് നല്ലപോലെ ഒന്ന് റെഡിയായി വരാനുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, നമ്മുടെ ഈ ഒരു പച്ചമുളക് അത്ര എരിവില്ലാത്തത് കൊണ്ട് നമ്മൾ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വല്യുള്ളിയുടെ പകുതി, ചെറിയ വല്യുള്ളി ആയതുകൊണ്ട് പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പിടി മല്ലിയില, പുതിനയില എടുത്തിട്ടില്ല, മല്ലിയില മാത്രം. പിന്നെ നമുക്കെല്ലാം കൂടെ മിക്സിയിൽ നമുക്ക് ഈ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇഞ്ചി, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളി, പുതിനയില എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും നമ്മുടെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വറ്റൽമുളക്, കടുക്, കറിവേപ്പില. ഇതിലേക്കുള്ള ചട്നി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നമ്മുടെ റവ നല്ലപോലെ വെള്ളമൊക്കെ കണ്ടില്ല വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവോള, പച്ചമുളക്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടിയോളം മല്ലിയില, ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഇതും കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു
റവയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച്, ഇത്ര തിക്ക് വേണ്ട നമുക്ക്, നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉഴുന്ന്, ചെറിയ ജീരകം, ജീരകമൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പിഞ്ചളവിൽ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്കാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രയും മതി. പിന്നെ ഞാനിതാ ഉണ്ണിയപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു കുഴിയുടെ പുറത്തേക്കാവാത്ത രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പതിയെ റെഡിയാക്കി എടുക്കുക. ഞാനിതാ സെക്കൻഡ് ഡിഷ് കൂടെ റെഡിയാക്കി. പിന്നെ ഇത് ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കാം കേട്ടോ. ഉള്ളിൽ നല്ല പോലെ വെന്ത് വരണം. ആ രീതിയിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പതിയെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരല്പം എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഉള്ളിൽ നല്ല പോലെ വെന്ത് വരണം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ വെച്ചിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഭംഗിയില്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും റവ വെച്ചിട്ട് ദോശ ആയാലും അതേപോലെ തന്നെ ഉപ്പുമാവായാലൊക്കെ അല്ലേ നമ്മൾ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ലതാണ് ഒരു പുതിന ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഈ ഒരു ചട്നി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറിയായാലോ ബീഫ് കറിയായാലോ ഒക്കെ ഉണ്ടെങ്കിലും അതും നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലൊരു പ്ലേറ്റിലോട്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചട്നിയും കൂടെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചട്നിയിലേക്ക് പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലായിട്ട് ഞാൻ തേങ്ങയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? നല്ല ടേസ്റ്റ് ആട്ടോ.
അപ്പോൾ നമുക്ക് റവ വെച്ചിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കേട്ടോ. ചെറിയൊരു പുളിയും അതേപോലെ ഒരു എരിവും നല്ല, അതേപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.